അങ്ങനെ 17.3 എന്ന് പറയുന്ന മേജർ അപ്ഡേറ്റിന് ശേഷം ആപ്പിൾ അവരുടെ ലേറ്റസ്റ്റ് അങ്ങനെ iOS 17.3 എന്ന് പറയുന്ന മേജർ അപ്ഡേറ്റ് റിലീസ് ചെയ്തു. 2 ആഴ്ചകൾക്ക് ശേഷം 17.3.1 എന്ന് പറയുന്ന മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ആപ്പിൾ വന്നേക്കുവാണ്. അപ്പോൾ പുതിയ 17.3.1 അപ്ഡേറ്റിൽ വന്നേക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സെക്യൂരിറ്റി, ബഗ് ഫിക്സസ്, ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം macOS 14.3.1, watchOS 10.3.1, iPadOS 17.3.1 ഈ 3 അപ്ഡേറ്റും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ iPhone 15 Proയിൽ നമുക്ക് ലഭിച്ച അപ്ഡേറ്റ് സൈസ് എന്ന് പറയുന്നത് ഏകദേശം 300 MB അടുത്താണ്. 17.3 അപ്ഡേറ്റിൻ്റെ വേർഷൻ നമ്പറിലേക്ക് വരുമ്പോൾ 21D61 എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ബഗ് ഫിക്സസിലേക്ക് പോകും. ടെക്സ്റ്റ് മേ അൺഎക്സ്പെക്റ്റഡ്ലി ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഓവർലാപ്പ് വൈൽ ടൈപ്പിംഗ്. ഈ ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ ചില സമയങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ഓക്വേർഡ് ആയിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ള ആ ബഗ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ iPhone 13 സീരീസ് ഡിവൈസുകളിൽ ഇതുപോലെ വന്നേക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, അതായത് പല കളേഴ്സിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നു, എസ്പെഷ്യലി ഗ്രീൻ, വൈറ്റ്, റെഡ് കളറിലൊക്കെ വരുന്നു. സോ ആ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ എന്തായാലും ആപ്പിൾ ഒഫീഷ്യലി എവിടെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇത് 2 മാസം മുന്നേ ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്, പക്ഷേ ശ്രദ്ധിക്കാതെ പോയ പല ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നതാണ്. അതായത് നമ്മളുടെ ഡിവൈസിന് ഈ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ ഉള്ള ഡിവൈസിന് ഹാർഡ്വെയർ പരമായിട്ട് ഇന്റേണലി വേറെ കംപ്ലയിൻസോ ഡാമേജസോ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പലധികം യൂസേഴ്സിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ യൂസേഴ്സ് നമുക്ക് കമൻസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും അയച്ചതിന് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുണ്ടായ ഇഷ്യൂ ആണ് എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്പിൾ സർവീസ് സെൻറ്ററിലോ ആപ്പിളിനെയോ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ആപ്പിൾ പാച്ച് ചെയ്യാത്ത ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മുടെ വാൾപേപ്പർ നമ്മൾ ലോക്ക് സ്ക്രീനിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കളറൊക്കെ പോപ്പപ്പ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ അത് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പം ഒരു ഫെയ്ഡിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഫെയ്ഡിങ്, ആ ഒരു ഇഷ്യൂ ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. അതുപോലെ കുറേ യൂസേഴ്സ് വാട്സാപ്പിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ വാട്സാപ്പിലെ സ്റ്റാറ്റസ്, നമ്മൾ എന്തെങ്കിലും സ്റ്റോറി അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റാറ്റസ് നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പം ഇതൊരു വീഡിയോ ആണ്, ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ട്, പക്ഷേ ഓഡിയോ പ്ലേ ആകുന്നില്ല, വാട്സാപ്പ് സ്റ്റാറ്റസിൻ്റെ ഓഡിയോ പ്ലേ ആകുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ. അത് എസ്പെഷ്യലി നമ്മുടെ 15 ഡിവൈസുകളിൽ നമുക്കറിയാം, 15 Pro Max ഡിവൈസുകൾ നമുക്കറിയാം, ഇവിടെ ഫിസിക്കൽ ബട്ടൺ അല്ല, മ്യൂട്ട് ബട്ടൺ ഫിസിക്കലി മാറ്റി നമുക്കിപ്പം ഈ ഒരു ബട്ടൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മ്യൂട്ട് ബട്ടൺ നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ മ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് മ്യൂട്ടിലാണ്. സോ മ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സ്റ്റാറ്റസ് വീണ്ടും ഇതുപോലെ പ്ലേ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആ സ്റ്റാറ്റസിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിവൈസ് മ്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ആപ്പിൾ പാച്ച് ചെയ്യാത്ത മറ്റൊരു ബഗ്ഗാണ് നോട്ടിഫിക്കേഷൻ. ഇത് കണ്ടില്ലേ, നമ്മളിപ്പം നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ലാഗ് അതിപ്പോഴും ആപ്പിൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. എന്തായാലും അപ്കമിങ് അപ്ഡേറ്റ് ആയുള്ള 17.4 അപ്ഡേറ്റിൽ ആപ്പിൾ കുറേ അധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ബഗ്ഗുകൾ പാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം കറൻ്റ്ലി ബേറ്റ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17.4 അപ്ഡേറ്റിൻ്റെ ബേറ്റ 2 ആണ് ഇപ്പം റൺ ചെയ്യുന്നത്. അത് നമ്മളുടെ iPhone 14 Proയിൽ ഞാൻ റൺ ചെയ്യുന്നുണ്ട്. സോ അതിൽ എനിക്കിത് ഓക്കെയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ആപ്പിൾ എന്തായാലും താമസിക്കാതെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉള്ളത് ലോക്ക് സ്ക്രീൻ ബഗ്ഗാണ്. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷവും ഞാൻ ഫേസ് ചെയ്തായിരുന്നു. 2-3 സിറ്റുവേഷൻസിൽ എനിക്ക് ഇതുപോലെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ലോക്ക് സ്ക്രീൻ അൺലോക്ക് ആണ്ടാണ്. iPhone 15 Pro 14 Pro ഡിവൈസുകളിലൊക്കെ അങ്ങനെ അൺലോക്ക് ആണ്ടാണ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ 15 Proയിൽ മാത്രം എനിക്ക് 2-3 സിറ്റുവേഷൻസിൽ ഇതിങ്ങനെ ടാപ്പ് ചെയ്താലോ ഒന്നും സ്ക്രീൻ വേക്ക് ആകത്തില്ല. ലോക്ക് സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ വേക്ക് ആകത്തില്ല. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സ്ക്രീൻ വേക്ക് ആകുന്നുള്ളതായിരുന്നു. സോ ആ ഒരു പ്രോബ്ലം ഇതുവരെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് 17.3.1 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ഹെൽത്ത്, ബാറ്ററി ഹീറ്റിങ്, അതോടൊപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം ഒന്നാമത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇത് പെർഫോമൻസിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. യൂഷ്വലി പെർഫോമൻസ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേജർ അപ്ഡേറ്റുകളാണ്. അതിനകത്താണ് പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്തായിരിക്കും ഒപ്റ്റിമൈസേഷൻ കൂടുതലും വരുന്നത്. ഇതിൽ അത്ര കാര്യമായിട്ട് പെർഫോമൻസിനെ ഒരു കാലത്തും അല്ലെങ്കിൽ ഇതുപോലുള്ള മൈനർ അപ്ഡേറ്റിൽ ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു 95%. രണ്ടാമത്തെ കാര്യം ബാറ്ററിയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പോയിന്റാണ് ഡിവൈസ് ഹീറ്റിങ്. ഡിവൈസ് ഹീറ്റ് ആകുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എസ്പെഷ്യലി അപ്ഡേറ്റ് കഴിയുമ്പം എല്ലാ ഡിവൈസുകളും ഹീറ്റ് ആവും. അത് വേറെ ഒന്നും കൊണ്ടുമല്ല,
നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറേയധികം എക്സ്ട്രാ ഫങ്ഷണാലിറ്റിയും അല്ലെങ്കിൽ ഇൻഡെക്സിങ് ഒക്കെ കാരണം എല്ലാ ഡിവൈസുകളും അപ്ഡേറ്റ് ചെയ്ത് കഴിയുന്ന ആ ഒരു 1-2 ദിവസത്തേക്ക് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂഷ്വലി ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിവൈസുകൾ ഹീറ്റ് ആവും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതിലാണ് രണ്ടാമത്തെ കാര്യം ഇരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് വെളിയിൽ കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ വന്നപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ആ ഒരു സമയത്ത് ഡിവൈസ് ഹീറ്റായി. ഡിവൈസ് ഹീറ്റ് ആകുന്നതിൻ്റെ കാര്യം ഒന്ന് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കോള് അങ്ങനത്തെ ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ഒന്ന് ക്യാമറ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് ഡിവൈസിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവും, 2 ഡിവൈസ് ഹീറ്റ് ആകും. ഹീറ്റ് ആകുമ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ മദർ ബോർഡ് ഇരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് അവിടെ നമുക്ക് ചൂടുണ്ടാകും, അല്ലെങ്കിൽ ഈ ക്യാമറ മൊഡ്യൂളിൻ്റെ താഴെയായിട്ട് ചൂട് വരും. അത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് ഡിവൈസിൽ ഹീറ്റ് നിൽക്കുന്നതിൻ്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് വെളിയിലത്തെ ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് ഡിവൈസ് ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ റൂമിനകത്തുള്ളപ്പോഴുള്ള ടെമ്പറേച്ചർ ആകത്തില്ല വെളിയിൽ വരുമ്പം. സോ ആ ഒരു ഡിഫറൻസും കൊണ്ടും ഡിവൈസ് ഹീറ്റ് ആകും. ഇനി ഈ ഒരു ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, ജനറൽസ് ഓപ്ഷനിൽ പോവുക, റീസെറ്റ് ഓൾ സെറ്റിംഗ്സ്, ഈ ഒരു റീസെറ്റിൻ്റെ ഓപ്ഷനിലെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിവൈസിലെ ഡാറ്റ, സിമ്മോ ഒന്നും പോകത്തില്ല, ഈ സിമ്മോ ഒന്നും പോകത്തില്ല, ഒന്നും നഷ്ടപ്പെടത്തില്ല. സെറ്റിംഗ്സ് മാത്രം റീസെറ്റ് ആവും. അത് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരു ദിവസമെങ്കിലും വേണം അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ. സോ അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഈ ഒരു റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ഹീറ്റിങ്ങും ബാറ്ററി ബാക്കപ്പിനെ അത് ഇമ്പാക്ട് ചെയ്യും. 17.3 അപ്ഡേറ്റിന് ശേഷം ബാറ്ററി ഡ്രെയിനിങ് ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ യൂഷ്വലി ഉള്ളതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ഡിവൈസിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്നു. സോ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ആണ് ചെയ്തത്. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ആ ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് മനസ്സിലായി. അതോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ പ്രീവിയസ്ലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചേക്കുന്ന ആ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ തിരിച്ചതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ആ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബാറ്ററിയിലെ രണ്ടാമത്തെ പോയിന്റ്, അതായത് ബാറ്ററി ഹെൽത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓരോ അപ്ഡേറ്റിന് ശേഷവും ബാറ്ററി ഹെൽത്ത് കുറയുക എന്നുള്ളത് സ്ഥിരമാണ്. ആളുകൾക്ക് അതിലൊരു പരാതിയും ബുദ്ധിമുട്ടും ഉണ്ട്, എനിക്കറിയാം. ബാറ്ററി ഹെൽത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ കോൺഷ്യസ് ആകേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ iPhone 15 Pro 6 മാസത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 99% ആണ്, 99%. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പം പല ആളുകൾക്കും പരാതിയുണ്ട്. അതായത് മേടിച്ച് 50 ദിവസം അല്ലെങ്കിൽ ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ 97% ആയ പല യൂസേഴ്സും ഉണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ബാറ്ററിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. 2, ഇനി അൺയൂഷ്വലായിട്ട് ഈ ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ 97 ആകുക എന്ന് പറയുന്നത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ, അതായത് നമ്മുടെ ചാർജിങ് രീതികളോ യൂസ് ചെയ്യുന്ന രീതികളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ്, ഇത് നമ്മുടെ ചാനലിലുള്ള പ്ലേലിസ്റ്റാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബാറ്ററി ഹെൽത്തും ചാർജിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള പല വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാം. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം, കാരണം എനിക്കിപ്പോഴും 6 മാസം ആയിട്ട് 99% ഞാൻ പേഴ്സണലി വളരെ റഫായിട്ട് എൻ്റെ ഡിവൈസുകളെല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ വളരെ റഫ്, ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കേസ് ഇല്ലാതാണ് 15 Pro ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും റഫായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്നൊക്കെ താഴെ പോവും, അവിടെ തട്ടും ഇവിടെ തട്ടും. അതോടൊപ്പം ചാർജ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ പല സമയത്തും ചാർജ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാവുന്ന പോലെ 0% എത്തിയിട്ടായിരിക്കും ഞാൻ ചാർജ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽസ് ഓപ്ഷനിൽ എബോട്ടിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ചാർജിങ് സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 161. ഈ ഒരു 6 മാസത്തെ ടൈം പീരീഡ് കൊണ്ട് ഇത് 161 ആകത്തില്ല. യൂഷ്വലി ഉള്ള യൂസേജ് ആണ് എന്നുണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ പ്രത്യേകതരമായിട്ടുള്ള യൂസേജ് കൊണ്ട് അത് ഇപ്പം 161 സോ അത്രയ്ക്കും റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ബാറ്ററി ഹെൽത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ മെയിൻ്റനൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഫൈനലി 17.3.1 അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് 17.3, അതിൽ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടാമത്, ഈ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂസ് ബഗ്ഗുകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ഇതിലും പഴയ OSൽ, അതായത് iOS 16 അല്ലെങ്കിൽ iOS 17 അതിൻ്റെ ഏതെങ്കിലും ബിഗിനർ വേർഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പം നിങ്ങൾ iTunes ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് 17.3.1 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.